കൊട്ടിഘോഷിച്ചു നടത്തിയ അയ്യപ്പ സംഗമത്തിന്റെ പരാജയത്തിനു പിന്നാലെ ഹിന്ദുമത വിശ്വാസികളെ കയ്യിലെടുക്കാൻ തന്ത്രപരമായ നീക്കവുമായി CPM. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായ ഡോക്ടർ രതീഷ് കാളിയാടൻ സ്വാമി സന്ദീപാനന്ദഗിരിയുടെ തിരുവനന്തപുരത്തെ ആശ്രമത്തിൽ സ്ഥിര സന്ദർശനം നടത്തുന്നയാളാണ്. അദ്ദേഹം ഈയിടെ ശാന്തിഗിരി ആശ്രമത്തിലെത്തി സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്യയെയും ആലുവ അദ്വൈതാശ്രമത്തിലെത്തി സ്വാമി ധർമ്മ ചൈതന്യയെയും തൃശൂരിലെ ആശ്രമത്തിലെത്തി സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധിനെയും സന്ദർശിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അറിവോടെയുള്ള സന്ദർശനങ്ങളായിരുന്നു ഇതെല്ലാമെന്നാണ് സൂചന. വലിയ ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെയാണ് CPMന് ഹിന്ദുമത വിശ്വാസികളോടുള്ള അടുപ്പം വർദ്ധിക്കുന്നത്. അയ്യപ്പ സംഗമത്തിലൂടെ വിശ്വാസികളെ കയ്യിലെടുക്കാമെന്ന് കരുതിയിരുന്നുവെങ്കിലും സംഗമം പൊളിഞ്ഞതോടെ അതിനുള്ള സാധ്യത ഇല്ലാതെയായി. അതോടൊപ്പം ശബരിമലയിലെ ഇപ്പോഴുണ്ടായ സ്വർണ്ണപ്പാളി വിവാദവും വിശ്വാസികളെ സർക്കാരിന് എതിരാക്കുകയായിരുന്നു. സർക്കാരിന് പകരം ദേവസ്വം ബോർഡിന്റെ അനാസ്ഥയാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമിച്ചെങ്കിലും അതും നടക്കാതെ പോയി. മൂന്നാം വട്ടവും ഭരണം ഉറപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ ഹിന്ദു വോട്ടുകൾ പരമാവധി സമാഹരിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായി ഹിന്ദുമത മേധാവികളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാനാണ് ഇപ്പോഴുള്ള നീക്കം. വിശ്വാസങ്ങൾക്ക് CPMും സർക്കാരും എതിരല്ലെന്ന സന്ദേശം നൽകാനും ഇതിലൂടെ ശ്രമിക്കുകയാണ്. ഇതിനിടെ ഡോക്ടർ രതീഷ് കാളിയാടൻ സോഷ്യൽ മീഡിയയിലിട്ട കുറിപ്പും വൈറലാണ്. ഡോക്ടർ രതീഷ് കാളിയാടന്റെ കുറിപ്പ് ഇങ്ങനെയാണ്: കഴിഞ്ഞ ദിവസം ഒരു യാത്ര നടത്തി. തൃശൂരിൽ വണ്ടിയിറങ്ങി അതിരപ്പള്ളിയിലേക്ക് പോകാനായിരുന്നു തീരുമാനം. ആ യാത്ര കൂടുതൽ സമയം കവരാൻ സാധ്യതയുണ്ടെന്ന നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആലുവയിൽ ഇറങ്ങി. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെളിപ്പാട് അകലെയാണ് ആ സുപ്രധാന കേന്ദ്രമെന്നതിനാൽ പ്രഭാത ഭക്ഷണത്തിന് ശേഷം അങ്ങോട്ട് വെച്ച് പിടിച്ചു. ദാർശനിക തർക്കങ്ങളിൽ തൽപരരായവർ ആദ്യം ഓർക്കുന്ന ഇടങ്ങളിലൊന്ന് ആലുവ മണപ്പുറത്തിന് സമീപത്ത് പെരിയാറിന്റെ തീരത്ത് തലയെടുപ്പോടെ സ്ഥിതി ചെയ്യുന്ന അദ്വൈതാശ്രമമാണ്. 1913-14 ശ്രീനാരായണ ഗുരു പർണശാല കെട്ടി ധ്യാനത്തിനിരുന്ന അതേ ആശ്രമഭൂവ്. അറിയാനും അറിയിക്കാനുമാണ്, ബാധിക്കാനും ജയിക്കാനുമല്ല എന്ന മുഖവുരയോടെ ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ 1924 മാർച്ച് 3-4 സംഘടിപ്പിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ സർവ്വമത സമ്മേളനത്തിന് വേദിയായ ഇടം. ആലുവ അദ്വൈതാശ്രമത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി പെരിയാറിന്റെ തീരത്തായിരുന്നു സർവ്വമത സമ്മേളനത്തിന്റെ പ്രധാന വേദി. സർവ്വമത പ്രാർത്ഥനയോടെ ആരംഭിച്ച സർവ്വമത സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ഗുരു തന്നെയായിരുന്നു. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും പണ്ഡിതനുമായ സർ ടി സദാശിവ അയ്യർ അധ്യക്ഷനായി. മിതവാദി പത്രാധിപർ C കൃഷ്ണൻ, പണ്ഡിറ്റ് ഋഷിറാം, K കുരുവിള, സ്വാമി ശിവപ്രസാദ്, മുഹമ്മദ് മൗലവി, മഞ്ചേരി രാമകൃഷ്ണയ്യർ, മഞ്ചേരി രാമയ്യർ തുടങ്ങിയവർ സംസാരിച്ചു. അദ്വൈതാശ്രമത്തിന്റെ കാര്യദർശി സ്വാമി സത്യവ്രതൻ സ്വാഗതം പറഞ്ഞു. സഹോദരൻ അയ്യപ്പൻ, CV കുഞ്ഞിരാമൻ, AB സേലം, വക്കം മൗലവി, KM സീതി സാഹിബ് മുതലായ പ്രഗത്ഭർ സമ്മേളനത്തിന്റെ പിന്നണിയിലും മുന്നണിയിലും സജീവമായി. സർവ്വമത സമ്മേളനം ഇപ്പോഴും അദ്വൈതാശ്രമത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നു. അദ്വൈതാശ്രമത്തിന്റെ ഇപ്പോഴത്തെ ചുമതലക്കാരൻ ആശ്രമം സെക്രട്ടറി സ്വാമി ധർമ്മ ചൈതന്യയാണ്. പെരിയാറിൽ സ്വാമി ശാശ്വതികാനന്ദയുടെ സമാധിയിടവും ശ്രീനാരായണ ഗുരു ധ്യാനിച്ചിരുന്ന പർണശാലയുടെ പുതിയ രൂപവും ആശ്രമ സംവിധാനങ്ങളും വിവരിച്ച് ഞങ്ങൾക്കൊപ്പം ചേർന്ന ധർമ്മ ചൈതന്യ സ്വാമിയുടെ വിവരണങ്ങളിൽ ചരിത്രബോധവും വർത്തമാനകാല ആശങ്കകളും പ്രതീക്ഷകളും പ്രതിഫലിച്ചു. മധുരയിൽ കഴിഞ്ഞ CPM പാർട്ടി കോൺഗ്രസിനിടയിലാണ് പിണറായി വിജയന്റെ പത്നി കമലയും മകൾ വീണയും തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രത്തിൽ ദർശനവും പൂജയും നടത്തിയത്. താത്വിക ആചാര്യന്മാർക്ക് പകരം മതമേധാവികൾക്കും ആശ്രമ ആചാര്യന്മാർക്കും മുന്നിലാണ് മാസങ്ങളായി CPM നേതാക്കൾ എന്നാണ് സൂചന. മതമേധാവികളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും നേരിട്ടുള്ള നീക്കങ്ങളും സജീവമാണ്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പയ്യന്നൂരിലെ ജ്യോതിഷി മാധവ പൊതുവാളിനെ സന്ദർശിച്ച് വിവാദമായപ്പോൾ വിശദീകരണവുമായി എത്തിയ CPM തന്നെയാണ് മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷത്തിന് മന്ത്രി സജി ചെറിയാനെ നിയോഗിച്ചത്. ശബരിമലയിലും ഗുരുവായൂർ സന്നിധിയിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയത് വ്യക്തമായ ഉദ്ദേശത്തോടെയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിലും നിറച്ചത് ഈ രാഷ്ട്രീയം തന്നെയാണ്. ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലെത്തി ആ തിരി തെളിയുന്നിടത്താണോ കണ്ണനിരിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചപ്പോൾ മുതൽ പാർട്ടിയുടെ നയമാറ്റം ആരംഭിക്കുകയായിരുന്നു. അവിടെ നിന്ന് ശബരിമലയിൽ CPM അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതുവരെ കാര്യങ്ങളെത്തി.